ശ്രീരാഘവം ദശരഥാത്മജമപ്രമേയം സീതാപതിം രഘുകുലാന്വയരത്നദീപം ആജാനബാഹും അരവിന്ദദളായതാക്ഷം രാമം നിശാചരവിനാശകരം നമാമി. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. ഇവര് ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സീത പറയുന്നു, തനിച്ചു പറയുന്നു ആത്മകഥ. ഉഷസി നിശിചരികളിവരുടലും മമ ഭക്ഷിക്കുമുറ്റവരായിട്ടൊരുത്തരും ഇല്ലമേ. മരണമിഹ വരുവതിനും ഒരു കഴിവു കണ്ടീല, മാനവവീരനുമെന്നെ മറന്നിതോ. കളവനിഹ വിരവിനോടു ജീവനമധ്യന കാകുൽസ്ഥനും കരുണാഹീനനെത്രയും. ഇങ്ങനെ പറയുന്നു. നാളെ പുലർന്നു കഴിഞ്ഞാല്, നേരം വെളുത്തു കഴിഞ്ഞാല് എൻ്റെ ശരീരം ഇവർക്ക് ഭക്ഷണാവും. എന്നാലും മരിക്കാന്ന് വെച്ചാലോ, ഇവരിങ്ങനെ ജീവനോടെ ഇങ്ങനെ കടിച്ച് തിന്നും തന്നെ കളഞ്ഞ മരിച്ചു കൊടുക്കാന്ന് വെച്ചാൽ എനിക്ക് അറിയുന്നില്ല എങ്ങനെ ഞാൻ മരിക്കേണ്ടത്. അതിനൊരു വഴി ഞാൻ കാണുന്നില്ല. ശ്രീരാമചന്ദ്രൻ ഇങ്ങനെ ആവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ഇത്രമാത്രം കാരുണ്യമില്ലാത്ത ഒരാളായിപ്പോയോ എൻ്റെ ഭർത്താവ് എന്നൊക്കെ വിചാരിച്ചിട്ട് മെല്ലെ മെല്ലെ എഴുന്നേറ്റിട്ട് ഭഗവാന് നല്ല പോലെ മനസ്സിലോർത്തു. എന്നിട്ട് അതിൻ്റെ കുറച്ച് താണ് കിടക്കുന്നൊരു കൊമ്പ് കണ്ടിട്ട് അത് നോക്കിയിട്ട് തന്നെ കരയുന്ന അത് കണ്ട സമയത്ത് മെല്ലെ മേലെ നിന്നൊരു അശരീരി പോലെ ഒരു വാക്ക് കേട്ടു. അപ്പൊ നമ്മുടെ ആഞ്ജനേയ സ്വാമി അതിന്റെ മുകളിൽ ഇരുന്നിട്ട് ദേവിയുടെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോഴാണിത് പറയുന്നത്. ജഗതമലനയനവരഗോത്രേ ദശരഥൻ ജാതനായാനവൻ തന്നെ പുത്രരായി രതിരമണ തുല്യരായി 4 പേരുണ്ടിത്. രാമഭരത സൗമിത്രി ശത്രുഘ്നന്മാർ രജനിജരകുലനിധന ഹേതുഭൂതൻ വിദുരാജ്ഞയാ കാനനം തന്നിൽ വാണീടിനൻ ജനക നൃപസുതയും അവരജനുമായി സാദരം. ജാനകീ ദേവിയെ തത്ര ദശാനനൻ കപടയതി വേഷമായി കട്ടുകൊണ്ടിടിന കാണാഞ്ഞു ദുഃഖിച്ചു രാമനും തമ്പിയും വിപിനഭുവി വിരവൊടു തിരഞ്ഞു നടക്കുമ്പോൾ വീണുകിടക്കും ജടായുവിനെ കണ്ടു പരമഗതി പുനരവനു നൽകിയ മാല്യവൽ പർവ്വത പാർശ്വേ നടക്കും വിധം തഥാ തരണിസുതനോടു സപതി സഖ്യവും ചെയ്തിതു സത്വരം കൊന്നിതു ശക്രസുതനെയും. ഇങ്ങനെ അശരീരി പോലെ, എന്താ ശരീരം കാണുന്നില്ല, അതാണ് അശരീരി. നമ്മളൊരു രൂപം കാണൂല, ഇങ്ങനെ ശബ്ദം മാത്രം കേൾക്കുന്നതിനല്ലേ നമ്മൾ അശരീരി എന്ന് പറയാ. അത് മാതിരി കേൾക്കുന്നുണ്ട്. ആര് പറയുന്നു സീതക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ ശ്രീരാമചന്ദ്രന്റെ ജനനം മുതലുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയാൻ ചെയ്യുന്നത്. അതിൽ ഒരാള് ഈ സമുദ്രം ചാടിക്കടന്നിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സമ്പാദി പറഞ്ഞിട്ടാണ് വന്നത്. 100 യോജന വിസ്തീർണമുള്ള ഈ സമുദ്രം കുതിച്ചു ചാടിക്കടന്നു. എന്നിട്ട് രജനിജ രാക്ഷസ രാജ്യത്ത് മുഴുവൻ അന്വേഷിച്ചു. എന്നിട്ട് എൻ്റെ അച്ഛനായ വായു ദേവന്റെ അനുഗ്രഹം കൊണ്ട് ആ ശിംശപാവൃക്ഷവും അതിൻ്റെ ചോട്ടിൽ ദേവിയെയും ഞാൻ കണ്ടു. ഞാൻ കൃതാർത്ഥനായി.
പറയുന്നത് ആ ഭഗവാന്റെ അനുചരന്മാരിൽ ഞാൻ കെങ്കേമനായി ഞാൻ. എൻ്റെ ഭാഗ്യം പറഞ്ഞറിയിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാതിരുന്നു കുറച്ചു സമയം. അപ്പോൾ ദേവി വിചാരിക്കുന്നത് ആരാണപ്പാ ശ്രീരാമചന്ദ്രന്റെ ചരിത്രം എന്നോട് ഇങ്ങനെ പറഞ്ഞു തന്നത്? ഇനി കാറ്റ് വന്നിട്ട് പറയുന്നതാണോ, അല്ല എൻ്റെ മനസ്സിന്റെ വിഭ്രാന്തിയാണോ? ഞാൻ ഉറങ്ങിയിട്ടുമില്ല, പിന്നെ എങ്ങനെ ഞാൻ സ്വപ്നം കാണേണ്ടത്? സ്വപ്നമാണോ? സ്വപ്നമല്ല ഇത്. ഈ കർണാമൃതമായ വാക്ക് എനിക്ക് സത്യമായിട്ട് വന്നാൽ മതിയായിരുന്നു. ആരായത് പറഞ്ഞു വെച്ചാൽ ആ ആളെ എനിക്കൊന്ന് കണ്ടാൽ മതിയായിരുന്നു, എനിക്ക് കാണണമായിരുന്നു എന്നൊക്കെ പറഞ്ഞു ദേവി. അപ്പൊ അത് കേട്ടിട്ട് മെല്ലെ മെല്ലെ താഴെ ഇറങ്ങി. എന്നിട്ട് വീണ് നമസ്കരിച്ചു ദേവീനെ. വീണ് നമസ്കരിച്ച് കുറെ ദൂരം പോയി നിന്നു. എത്ര ചെറിയൊരു വരണ്ടായിട്ട്, കളവെങ്കതില്ല ശരീരം, അത്ര ചെറുതായിട്ട്. അപ്പൊ ദേവി വിചാരിക്കുന്നു ഈ രാക്ഷസന്മാര് ഈ കുരങ്ങിന്റെ വേഷമായിട്ട് വന്നതാണോ? പേടിയായി. അങ്ങനെ വെച്ച് പേടിയാകുമ്പോ ഈ രാവണന് കുസൃതി കുറച്ചധികം ആണല്ലോ എന്ന് വിചാരിച്ചു കുമ്പിട്ടിരുന്നു. അന്നേരം പറഞ്ഞു, ശരണമിഹ ചരണ സരസിജമഖില നായികേ, ശങ്കിക്ക വേണ്ട കുറഞ്ഞൊന്നും എന്നെ നീ, തവ സജീവനഹമിഹ തഥാവിധനല്ലഹോ, ദാസോസ്മി കോസലേന്ദ്രസ്യ രാമസ്യ ഞാൻ, സുമുഖി കപികുലതിലകനായ സൂര്യാത്മജൻ, സുഗ്രീവഭൃത്യൻ ജഗൽ പ്രാണനന്ദനൻ, കപടമൊരു പരുടുമൊരു പൊഴുതുമറിയുന്നീല, കർമ്മണ വാച മനസാപി മാതാവേ. എന്നെ ഒന്നും ശങ്കിക്കണ്ട അമ്മേ, ഞാൻ അങ്ങനെയുള്ള ആളല്ല. ഞാൻ കോസലേന്ദ്രനായ ശ്രീരാമചന്ദ്രന്റെ ദാസനാണ്. സൂര്യാത്മജന സുഗ്രീവന്റെ ഭൃത്യനാണ്, വായുനന്ദനാണ് ഞാൻ. കപടം എന്ന് പറഞ്ഞത് ഞാൻ ഇതുവരെ എൻ്റെ മനസ്സിൽ പോലും ഇല്ല. മനസ്സിൽ മാത്രമല്ല, കർമ്മത്തിലോ വാക്കിലോ മനസ്സിലൊന്നും കപടമില്ല അമ്മേ എന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചു, മധുരസുത മധുരതര വചനം അതു കേട്ടുടൻ പത്മാലയാ ദേവി ചോദിച്ചിതാദര ഋതമൃജു മൃദുസ്ഫുടവർണവാക്യം തെളിഞ്ഞിങ്ങനെ ചൊല്ലുന്നവർ കുറയും തുലും സതയമിഹവത മനുജവാനരജാതികൾ തങ്ങളിൽ സംഗതി സംഭവിച്ചിടുവാൻ കലിതരുചി ഗഹന ഭുവി കാരണമെന്തെടോ, കാരുണ്യവാരാർനിധേ കപികുഞ്ചര തിരുമനസി ഭവതി പെരികെ പ്രേമമുണ്ടെന്നതെന്നോടു ചൊന്നതിൻ മൂലവും ചൊല്ലു നീ പറഞ്ഞു. എന്തേ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? നല്ല സ്ഫുടമായ ഉച്ചാരണ ശുദ്ധിയോടുകൂടിയില്ലേ സംസാരം ഇങ്ങനെ എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. അത് ഒന്ന് പറഞ്ഞാട്ടെ, എങ്ങനെയാണ് ഈ നമ്മുടെ രാമലക്ഷ്മണന്മാരും വാനരന്മാരുമായിട്ട് എങ്ങനെയാണ് യോജിച്ചത്, അവരെങ്ങനെയാണ് സംഗമിക്കാൻ ഇട വന്നത് എന്ന് പറയുമെന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു, അതുമാത്രമല്ല എൻ്റെ പ്രഭുവിന് എന്നോട് സ്നേഹമുണ്ടെന്ന് പറയാൻ എന്തേ കാരണം അതും ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ശൃണു സുമുഖി നിഖിലമഖിലേശ വൃത്താന്തവും, ശ്രീരാമദേവനാണി സത്യമോമലെ ഭവതി പതിവചനമവലംബ്യ രണ്ടംഗമായി ആശ്രയാശങ്കലും ആശ്രമത്തിങ്കലും മരുവിനതു പൊഴുതിലൊരു കനകമൃഗമാലുക്യ മാനിന്നു പിമ്പെ നടന്നു രഘുപതി നിശിതതര വിശിഖഗണ ചാപവുമായി ചെന്നു നിജനാം മാരീചനെ കൊന്നു രാഘവൻ ഉടനുടലുമുലയ മുഹുരുട ജപുവി വന്ന പോതുണ്ടായ വൃത്താന്തമോ പറയാവതോ. ഉടനവിടെയവിടെ അടവിയിലടയ നോക്കിയും ഒട്ടു കരഞ്ഞു
തിരഞ്ഞുഴലും വിധൗ ഗഹനഭുവി ഗഗനചരപതി ഗരുഡസന്നിഭൻ കേണുകിടക്കും ജടായുവിനെ കണ്ടു അവനുമഥ തവ ചരിതമഖിലമറിയിച്ചളവാശു കൊടുത്തിതു മുക്തി പക്ഷീന്ദ്രനും. ശ്രീരാമചന്ദ്രന്റെ ആജ്ഞപ്രകാരം ദേവി പതിവചനം ഭർത്താവിന്റെ വാക്ക് കേട്ടതുകൊണ്ട് രണ്ടംഗമായി, ഒന്ന് ആശ്രമത്തിലെ ഒരു മായാസീത ആശ്രമത്തിലും മറ്റ് ശരിയായ ദേവി സീത അഗ്നിയിലും നിന്നത്. അതാണ് ആയിരിക്കും ചിലപ്പോൾ ശ്രീരാമചന്ദ്രൻ പറഞ്ഞ ഒരു വാക്ക് പറഞ്ഞു കൊടുത്തില്ല, അടയാള വാക്ക് ചിലപ്പോഴതായിരിക്കും. അന്നേരം പറഞ്ഞു, അതും പറയുന്നു. മരുവിനതു പൊഴുതിലൊരു കനകമൃഗമാലോക്യ, ഒരു മാൻ, ഒരു കനക സ്വർണ്ണ കളറിലൊരു മാനുണ്ടായിരുന്നു. അതിനെ പിടിച്ചു തരണേന്ന് ഭഗവതിയുടെ ആഗ്രഹം കൊണ്ട് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ അതിനെ പിടിക്കാൻ ഓടി. അപ്പോഴത് മാരീചനായിരുന്നു. മാരീചനെ കൊന്നു. എന്നിട്ട് രണ്ടുപേരും കൂടി വന്ന സമയത്ത് ഒന്നും പറയാനില്ലല്ലോ, എല്ലാദിക്കലും നോക്കുകയും കരയും കണ്ട മൃഗങ്ങളോടും പള്ളികളോടും പക്ഷികളോടും മൃഗങ്ങളോടും ഒക്കെ ചോദിച്ച് കരഞ്ഞ് വരുന്ന സമയത്ത് ഗരുഡന്റെ അത്ര വലുപ്പത്തില് ഒരു പക്ഷി കടന്ന് കരയുന്നുണ്ടായിരുന്നത് ജടായു ആയിരുന്നു. അപ്പൊ കാര്യങ്ങളൊക്കെ ജടായു പറഞ്ഞു. എനിക്ക് മുക്തി വേണം എന്ന് പറഞ്ഞ് അങ്ങനെ ആ പക്ഷിക്ക് മുക്തി കൊടുത്തു. പിന്നെ ഇങ്ങനെ തിരഞ്ഞ് നടക്കുന്ന സമയത്ത് കബന്ധനെ കണ്ടു. കബന്ധനി മോക്ഷം കൊടുത്തു. അപ്പൊ കബന്ധനി മോക്ഷം കൊടുത്ത് ശബരി ഇരിക്കുന്ന സ്ഥലത്തേക്കെത്തി. അപ്പൊ ശബരിക്കും മുക്തി കൊടുത്തു. അപ്പൊ അതിനു മുമ്പേ ശബരി പറഞ്ഞിട്ടുണ്ട്, ഋഷമുഖാത്രിപ്രവര പാർശ്വേ ചെന്നാല് അവിടെ കാണാം, ദേവിയെ കണ്ടുപിടിക്കും. ദേവിയെ എടുത്തു കൊണ്ടുപോയിട്ടുണ്ട് രാവണൻ എന്നൊക്കെ ഈ ശബരി പറയുകയും ചെയ്തു. അതിനു മുമ്പേ അങ്ങ് കുറച്ചുകൂടി നടക്കുമ്പോ ഒരു പമ്പാതീരത്ത് വെച്ചിട്ട് സുഗ്രീവനും സുഗ്രീവന്റെ കൃത്യം 4 മന്ത്രിമാരെയും കാണും. അവരിലൂടെ അങ്ങേക്ക് ദേവി ഇരിക്കുന്ന സ്ഥലവും എല്ലാം അറിയാൻ പറ്റും. അവര് സഖ്യം ചെയ്യാം, അവരുമായിട്ട് സഖ്യം ചെയ്താൽ അവര് സഹായിക്കുന്നൊക്കെ ശബരി പറഞ്ഞിട്ട് ശബരി മോക്ഷം കൊടുത്തു ഭഗവാൻ. എന്നിട്ടോ അങ്ങനെ ഇവർ നടന്നു വരുന്ന സമയത്ത് ഞാൻ കണ്ടു, എൻ്റെ പ്രഭു കണ്ടു സുഗ്രീവൻ. എന്നിട്ട് പറഞ്ഞു, അതോ 2 പേര് വരുന്നുണ്ട്, എന്നെ കൊല്ലാൻ വരുന്നതാണോ എന്തോ അറിയില്ല, ഒന്ന് പോയി അന്വേഷിക്ക് മാരുതി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പോയത് ഒരു ബ്രഹ്മചാരി വേഷത്തിലായിരുന്നു. നമസ്കരിച്ചു. ഞാൻ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ പ്രഭുവായ ശ്രീരാമചന്ദ്രനും അദ്ദേഹത്തിന്റെ സഹോദരനായ ലക്ഷ്മണകുമാരനാണ് വന്നിട്ടുള്ളത് എന്ന്. ഞാൻ എന്ത് ചെയ്തു, അവര് 2 ചുമലിലെടുത്ത് സുഗ്രീവന്റെ അടുത്ത് കൊണ്ടുപോയി അഗ്നി സാക്ഷിയായിട്ട് സഖ്യം ചെയ്യിപ്പിച്ചു. അപ്പൊ അങ്ങ് ദേവിയെ കണ്ടുപിടിച്ച് തരാന്ന് സുഗ്രീവനും ഭാര്യയെ കൊന്ന് രാജ്യം സുഗ്രീവന് കൊടുക്കാമെന്ന് എൻ്റെ പ്രഭു ശ്രീരാമചന്ദ്രനും സഖ്യം ചെയ്തു. അങ്ങനെ നമ്മളെ കുറേ ആൾക്കാരെ 4 ഭാഗത്തേക്കും പറഞ്ഞയച്ചതിൽ ഞാൻ എന്നെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു ഭഗവാൻ. അപ്പൊ ഭഗവാൻ അറിയാം ഞാനാണ് അമ്മയെ കാണാൻ വരുന്നതെന്ന്. അതുകൊണ്ടല്ല എൻ്റെ കയ്യിൽ തന്നെ തന്നത്. അങ്കുരി എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, ഇത് സീതക്ക് കൊടുക്കണം, എൻ്റെ പേരെഴുതിയ മോതിരാണിത്. പിന്നീടോ ഒരടയാള വാക്യവും പറഞ്ഞു കൊടുത്തു, ഇതും പറയണം എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതാ മോതിരം, ഇതാ എൻ്റെ ഭഗവാന്റെ എൻ്റെ പ്രഭുവിന്റെ അങ്കുലീയം, ഇതാ അമ്മയെന്ന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പുനരധിക വിനയമൊടു തൊഴുതാദര പിന്നോക്കിൽ വാങ്ങി വണങ്ങി നിന്നിടിനാൻ. അത്
അത് കൊടുത്ത് പിറകോട്ട് അങ്ങനെയാണ്. ഇപ്പം നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ പോയാൽ അവിടുത്തെ മൂർത്തി ദേവിയാണെങ്കിലും ദേവനാണെങ്കിലും തൊഴുത് ഒരു 4 അടിയെങ്കിലും പിറകോട്ട് നടന്നിട്ട് വേണം തിരിഞ്ഞ് നടക്കാൻ എന്ന് പറയുന്നത് ഇതൊക്കെ കൊണ്ട് തന്നെയാണ്. സന്തോഷമായി കണ്ണൻ ഇങ്ങനെ ആനന്ദ ബാഷ്പം, സങ്കടത്തിന്റെ ബാഷ്പമല്ല, അത് തലയിലും വെച്ചു, ഹൃദയത്തിലേക്കും നെഞ്ചത്തും വെച്ചു. കാരണം എൻ്റെ പ്രാണനെ രക്ഷിച്ചത് അങ്ങ് തന്നെയാണ്. രാഘവസ്വാമിക്ക് അവിടുള്ള ഭക്തനാണ്, രാഘവസ്വാമിയുടെ ഭക്തനാണങ്ങ്, വിശ്വാസ്യനാണങ്ങ്, ദയാപരനാണങ്ങ്. അത്ര എല്ലാ ഗുണങ്ങളും തേഞ്ഞ ഒരാളെ അല്ലാതെ എൻ്റെ ഭർത്താവ് എൻ്റെ അടുത്തേക്ക് പറഞ്ഞേക്കൂല. ഇനി പോയിട്ട് പറയണം, 2 മാസം അവസരം തന്നിട്ടുണ്ട്, അതിനകത്ത് ഒന്നും നടന്നിട്ടില്ലെങ്കിൽ എന്നെ തിന്നു, അതിനു മുമ്പ് ഒന്ന് വരാൻ പറയണേന്ന് പറഞ്ഞു. എന്നിട്ട് ആ രാവണനെ കൊന്നിട്ട് എൻ്റെ ദുഃഖം ശമിപ്പിക്കാൻ പറയണം പോയിട്ട് എന്ന് പറഞ്ഞു. അന്നേരം ഞാൻ പോയിട്ട് പറയുന്നതിന് മുമ്പേ തന്നെ അവരജനും അഖില കപികുല ബലവുമായി മുതിർന്നാശു വരും, അതിനില്ലൊരു സംശയം. സുത സജീവ സഹജ സഹിതം ദശഗ്രീവനീ സൂര്യാത്മജാലയത്തിനയക്കും ക്ഷണാൽ ഭവതിയും അതികരുണമഴകിനൊടു വീണ്ടു നിൻ ഭർത്താവയോധ്യക്കെഴുന്നള്ളു മാതരാൽ. ഞാനവിടെ അടിയൻ അവിടെ പോയി പറയുന്നതിന് മുമ്പ് തന്നെ അവർ വരും. സഹോദരനും വാനരപ്പട എല്ലാരും കൂടിയിട്ട് വരും. എന്നിട്ടോ ഈ ദശഗ്രീവന രാവണനെ കൊന്നിട്ട് ദേവിയെയും കൊണ്ട് അയോധ്യക്ക് പോവും. ഒട്ടും പേടിക്കണ്ടാട്ടോ, ഞാൻ പോയിട്ട് പറയാം, ഇതൊക്കെ ഞാൻ പോയിട്ട് പറയാമെന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചു, ഈ ഇത്ര വലിയ സമുദ്രം എങ്ങനെയാന്ന് കടക്കല്? അന്നേരം പറഞ്ഞു, ഞാൻ എൻ്റെ ചുമലിലെടുത്തിട്ട് കൊണ്ടുവരൂലേ, എൻ്റെ ചുമലിൽ അടിയൻ്റെ ചുമലിലെത്തിയിട്ട് കൊണ്ടുവരും, എന്തിന് വിഷാദിക്കുന്ന അമ്മേ പറഞ്ഞു. അപ്പൊ ചിരി വന്നു, ദേവിക്ക് ചിരി വന്നിട്ട് പറഞ്ഞു, അതിന് മുമ്പേ പറഞ്ഞു അദ്ദേഹം, അതിന് പോയിട്ട് വേഗം ലങ്കയിൽ പോയി രാവണനെല്ലാം കണ്ട് ലങ്കയിലും ഒന്ന് നോക്കി കാണട്ടെ. ഞാനിപ്പം ലങ്ക ഭസ്മാക്കും, എൻ്റെ ഭഗവാന് വേണ്ടിട്ട് എന്തെങ്കിലും ചെയ്യണ്ടേ, അതിനൊരു അടയാള വാക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. നേരം ഒന്ന് ആലോചിച്ചേതാ കൊടുക്കണ്ടപ്പം തിരുമുടിയിൽ ചൂടിയിട്ടുണ്ടായി ചൂടാരത്നം എടുത്തിട്ട് എടുത്തിട്ട് അടയാള വാക്കും പറഞ്ഞു. പണ്ട് ദേവേന്ദ്രന്റെ മകനായ ജയന്തൻ കാക്കയുടെ വേഷം എടുത്തിട്ട് വന്നിട്ട് ഉണക്കാൻ വെച്ച ഇറച്ചി കഷ്ണങ്ങളൊക്കെ കൊത്തി തിന്നുമ്പോൾ ഞാൻ ശ്രീരാമചന്ദ്രൻ എൻ്റെ മടിയിൽ തലയും വെച്ച് ഇങ്ങനെ ഉറങ്ങുന്നുണ്ടായിരുന്നു. നേരാണ് ഇവൻ വന്നിട്ട് എല്ലാം കൊത്തുമ്പോൾ ഞാൻ ഒരു കല്ലെടുത്തിട്ട് കൊടുത്തു. എറിയുമ്പം വന്നിട്ട് എന്നെ കീറി മുറിച്ചു എൻ്റെ ശരീരം. എൻ്റെ മണം നോക്കുമ്പോഴത്തേക്ക് ചോര ഇങ്ങനെ കണ്ടിട്ടാകുമ്പോൾ ഒരു പുല്ലെടുത്തിട്ട് മന്ത്രം ജപിച്ചിട്ട് അയച്ചു, ദിവ്യാസ്ത്ര മന്ത്രം ജപിച്ചിട്ട് അയച്ചു. നേരം ഇവൻ എവിടെയൊക്കെ പോന്നിട്ട് അവിടെയൊക്കെ അങ്ങനെ രാമാസ്ത്രം അങ്ങനെ പോയി പറഞ്ഞു. ആരടുത്ത് പോയിട്ടും രക്ഷയില്ല എന്ന് അറിഞ്ഞിട്ടാകുമ്പോൾ വന്നിട്ട് ഭഗവാന്റെ പാദത്തിൽ തന്നെ വീണിട്ടുണ്ടായിരുന്നില്ലേ, എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട്. അന്നേരം അങ്ങ് പറഞ്ഞില്ലേ, ഭഗവാൻ പറഞ്ഞില്ലേ, ഇതാണ് അടയാള വാക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ്. കരയുന്ന സമയത്ത് പറഞ്ഞു, എൻ്റെ അമ്പ് ഏതായാലും നിഷ്ഫലാവൂല, നിന്റെ ഒരു കണ്ണ് പോവും എന്ന് പറഞ്ഞു. പോയിപ്പോന്നും പറഞ്ഞിട്ട് ആ ജയന്തനെ വിട്ടില്ലേ, അങ്ങനെ എന്നെ രക്ഷിച്ചാൽ ഇന്നെന്തേ എന്നെ ഉപേക്ഷിച്ചത് എന്ന് ചോദിക്കണം. ഞാൻ ആരോടും ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഭഗവാനോട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എൻ്റെ പാപം തന്നെയായിരിക്കും ഇതിനൊക്കെ കാരണം എന്നൊക്കെ പറഞ്ഞിട്ട് കരയുന്നേ കേട്ടിട്ട് മാരുതപുത്രൻ ഈ ആഞ്ജനേയ സ്വാമി പറഞ്ഞു, ഇവിടെ ഇരിക്കുന്നതൊന്നും ഭഗവാൻ അറിയുന്നില്ലല്ലോ, അതുകൊണ്ടല്ലേ
ആണെങ്കിൽ വരുമായിരുന്നു. ഇനി പെട്ടെന്ന് വരും, വന്നിട്ട് എല്ലാം ഭസ്മമാക്കും. ഇത്ര ചെറിയ കുരങ്ങന്മാർ വന്നിട്ട് എന്ത് ചെയ്യാനാണ് ഇവിടെ ചോദിച്ചു ദേവി. അന്നേരം പറഞ്ഞു, അവര് വലിയ ഗംഭീരന്മാരല്ല, നിങ്ങൾ ഈ ചെറിയ 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 കുരങ്ങന്മാർ എങ്ങനെ അവരോട് യുദ്ധം ചെയ്യുക എന്ന് ചോദിച്ചു ദേവി. അന്നേരം പറഞ്ഞു, ഇങ്ങനെ വലിയതായി പർവ്വതതുല്യനായിട്ട് വന്നിട്ട് പറഞ്ഞു, ആ ഇതാ ഇത് എന്നെ കണ്ടില്ലേ, ഇത് മാതിരിയുള്ള ആൾക്കാർ 21 വെള്ളം പടയുണ്ട് അവിടെ പറഞ്ഞു. പിന്നെ വീണ്ടും ദേവിയുടെ മുമ്പിൽ ചെറുതായി, നീ ഗംഭീരനാണ്, എനിക്ക് മനസ്സിലായി, ആ രാക്ഷസവംശത്തിന് അന്തകം തന്നെയാണ് നീ, അതുകൊണ്ട് ഇപ്പൊ രാത്രി കഴിയും, നേരം വെളുക്കുന്നതിന് മുമ്പേ പോയിക്കോ, ഇവരൊന്നും കാണാതെ ജലനിധിയെല്ലാം കടന്നിട്ട് പോയിട്ട് ഇന്ന് തന്നെ എൻ്റെ പ്രഭുവായ ശ്രീരാമചന്ദ്രനെ കണ്ടിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചൂടാരത്നം കൊടുത്ത് കൂട്ടിയിട്ട് വരൂ കേട്ടോ, ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ പോകാൻ പറ്റട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നമസ്കരിച്ചിട്ട് പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ചിട്ട് പറഞ്ഞു, വിട തരിക അമ്മേ, അടിയന് വിട തരിക, സങ്കടമില്ലാതിരിക്ക്, ഞാൻ വേഗം പോയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വരാന്ന് പറഞ്ഞു. ആശീർവാദനം വാങ്ങിച്ചിട്ട് അവിടുന്ന് പോയി. എന്നിട്ട് എന്ത് ചെയ്തു, ചെറിയൊരു മരത്തിന്റെ മേലെ കയറി ഇരുന്നിട്ട് എന്താ വിചാരിക്കുന്നത്, പരപുരിയിലൊരു നൃപതി കാര്യാർത്ഥമായതി പാടവമുള്ളൊരു ദൂതം നിയോഗിച്ചാൽ സ്വയം അതിനൊരഴിനിലയൊഴിഞ്ഞു സാധിച്ചത സ്വസ്വാമി കാര്യത്തിനന്തരമെന്നിയേ നിജഹൃദയ ചതുരതയുടെ അപരമൊരു കാര്യവും നീതിയോടെ ചെയ്തു പോമവനുത്തമൻ അതിനു മുഹുരഹമഖില നിശിചര കുലേശനയൻപോടു കണ്ട് പറഞ്ഞു പോയിടണം. അതിനു പെരുവഴിയുമിതു സുദൃഢമിതി ചിന്ത ചെയ്താരാമമൊക്കെ പൊടിച്ചു തുടങ്ങിയാൽ ഒരു കാര്യത്തിനൊന്ന് ആ ഒരു കാര്യം മാത്രം ചെയ്താൽ പോരാ, അവരെന്തെങ്കിലും ഒന്ന് ഗംഭീരമായിട്ട് ചെയ്തിട്ട് വേണം ആ സ്വാമിയുടെ അടുത്ത് പോവാൻ. അതിന് ഞാനിപ്പോൾ എന്താ ചെയ്യാ, അതന്നെ ചെയ്യേണ്ടത്. എല്ലാം തച്ചു പൊട്ടിച്ചു, എല്ലാം അടിച്ച് പൊട്ടിച്ച് തകർക്കുന്ന സമയത്ത് എന്തെന്ന് ഇത്ര വലിയ ഗംഭീരം, എല്ലാം ഈ രാക്ഷസ രാജ്യമെല്ലാം കീഴ്മേൽ മറിക്കുന്നു. അപ്പം രാക്ഷസികളൊക്കെ ഉണന്നു നോക്കുമ്പോ കണ്ടു ഒരു ചെറിയ വർണ്ണന. ഇതാരി ഇവൻ അമിതബല സഹിതൻ ഇടിനില ഒച്ചയും, എന്തൊരു ജന്തു ഇതെന്തിന് വന്നതും, സുമുഖി തവ നികടഭവി നിന്നു വിശേഷങ്ങൾ സുന്ദരഗാത്രി ചൊല്ലിയിലയോ ചൊല്ലടോ. അപ്പൊ ഇവര് ഈ കാവൽക്കാരികളെല്ലാം ഉണന്നിട്ട് സീതാദേവിയോട് ചോദിക്കുന്നത്, ആരാന്ന്, എന്തിനാ വന്നിനി, അങ്ങോട്ട് പറഞ്ഞില്ലേ കാര്യങ്ങളൊക്കെ എന്നല്ല. ഇവനെ കാണുമ്പോൾ ഞങ്ങൾക്ക് പേടിയാവുന്നല്ലോ, കുരങ്ങിന്റെ രൂപമാണെന്ന് ഇല്ലതോ, എന്തി രാത്രി വന്നത്, ആരാണിത്, പറയും, നീ അറിയാതിരിക്കൂലല്ലോ എന്നെല്ലാം പറയുന്ന. എനക്കൊന്നും അറിയില്ല, എനക്കും കണ്ടിട്ട് പേടിയാവുന്നുണ്ട്, എന്തെന്നേ സംഭവിക്കുന്നത് എന്തോ എന്നെല്ലാം ദേവി പറഞ്ഞു. നേരം ഓടിപ്പോയിട്ട് ലങ്കേശ്വരനോട് പറഞ്ഞു കുറെ ആൾക്കാർ, ഒരു വിപിനചരൻ, അതായത് രാത്രിഞ്ചരൻ, കാട്ടാളന്നെ, നമ്മളെപ്പോലെ രാക്ഷസന്നെ തോന്നിയതാ, വേറെന്തോ ഒരു വേഷം എടുത്ത് രൂപം എടുത്ത് വന്നിട്ട് എല്ലാം തച്ചു പൊളിച്ചിട്ടതാ. അവന് ഒരാളെയും പേടിയുമില്ല, അവൻ പോയിട്ടുമില്ല, ഇവിടെ തന്നെ ഇങ്ങനെ ഒക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പ്രഭോ എന്ന് പറഞ്ഞു. അപ്പൊ നല്ലോണം ദേഷ്യം വന്നു രാവണന്. ആ ദേഷ്യത്തോടുകൂടെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഭഗവാന്റെ പാദത്തിൽ വെക്കുന്നത്, രാവണന്റെ ദേഷ്യത്തോടു കൂടി.